ഹലോ, വെൽക്കം. അല്ലെങ്കിൽ സ്ഥിരം കാണുന്നവരാണെങ്കിൽ വെൽക്കം ബാക്ക് ടു ചാനൽ. ഇതിപ്പോൾ ഈ ഉറങ്ങി എഴുന്നേറ്റിരിക്കുന്നത് ഒരു കാസലിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കഴിഞ്ഞ ഷോർട്സ് കണ്ടവരാണെങ്കിൽ മനസ്സിലായി കാണും നമ്മളിപ്പോൾ ഹിഡൻ കാസലിലാണെന്ന്. ഞാൻ ആ ഒരു ദിവസം സ്പെൻഡ് ചെയ്തത് ഫുള്ളൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അറ്റക് റൂമാണ്. അവർക്ക് ഹെറിറ്റേജ് സ്യൂട്ട്സും അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് ഈ റൂമിൻ്റെ സ്ട്രക്ചർ കൊണ്ടും പിന്നെ ഈ റൂമിൽ നിന്നുള്ള വിൻഡോ വ്യൂ കൊണ്ടുമാണ് ഈ റൂം തന്നെ ചൂസ് ചെയ്തത്. ഇതാണ് ആ വിൻഡോ വ്യൂ എന്ന് പറയുന്നത്. കണ്ണെത്തുന്ന ദൂരം വരയ്ക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ മരങ്ങളാണ്. നമ്മുടെ ഓംശാത്തി ഓശാനൊരു ഡയലോഗില്ലേ, ഈ കേരളത്തിൻ്റെ പച്ചപ്പും ഹരിതാപയും എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സെൻറ്റൻസ് ഈ ഹൈദരാബാദിൽ വന്നിട്ട് എനിക്കിതെങ്ങും കിട്ടിയിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വ്യൂ തന്നെ കാണുന്നത്. അതുകൊണ്ടാണ് മെയിനായിട്ട് അറ്റക് റൂം ചൂസ് ചെയ്തതും. കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ പച്ച കളറായിരുന്നു എല്ലാ മരങ്ങളും. ഇലകളിലൊക്കെ വെള്ളത്തുള്ളികളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക കുളിർമ കിട്ടുന്നൊരു ഫീലായിരുന്നു ആ സ്ലാബിൽ കൂടി ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബൈ ദ വേ അവർ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറിനും എല്ലാം നമുക്ക് നല്ല സൂപ്പർ ബഫയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കാണിക്കുന്ന ഐറ്റങ്ങൾ കൂടാതെ അവിടെ ബ്രെഡ് ടോസ്റ്റും സീരിയൽസും ഒക്കെ അവൈലബിൾ ആയിരുന്നു. ഞാൻ പിന്നെ കുറച്ചും കൂടെ നമ്മൾ സൗത്ത് ഇന്ത്യൻ ടച്ച് പിടിച്ചെന്നേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഈ പീകോക്കിനെ കണ്ടത്. ഇതെനിക്ക് ഒരുപാട് ചൈൽഡ്ഹുഡ് മെമ്മറീസ് തിരിച്ചു കൊണ്ടുവന്നായിരുന്നേ. സംഭവം ഞാൻ കുഞ്ഞായിരുന്നപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ മുരുകൻ്റെ അമ്പലമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു 3-4 മയിലുകളുണ്ടായിരുന്നേ. അവിടെ പോയി നിന്നിട്ട് ഞാനിങ്ങനെ ആ മയിലിൻ്റെ കൂട്ടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഇച്ചിരി പീലി വിടർത്തോ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പം അതൊക്കെ എനിക്ക് ഈ സമയത്ത് ഓർമ്മ വന്ന് ഞാൻ സംഭവം ഈ കാസലിൽ ഒരുപാട് ഏരിയാസിൽ വീഡിയോസൊക്കെ എടുക്കാൻ നോക്കിയെങ്കിലും എല്ലാം നമ്മൾ സാധാരണ ഫ്രണ്ട്സിനോട് പോകുമ്പോൾ എടുക്കുന്ന ഒരു ഓർമ്മയ്ക്ക് എല്ലാം വേർട്ടിക്കലായിട്ട് എടുത്തുപോയി. അപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതൊക്കെ ഞാനൊരു ഷോർട്സായിട്ട് ഇടാം. ഇത് കണ്ടോ, ഇന്നലെ രാത്രി മഴ പെയ്ത് കഴിഞ്ഞതുകൊണ്ടും ഈ ദിവസം ഒട്ടും ക്ലൗഡി അല്ലായിരുന്നതുകൊണ്ടും പീലി വിടർത്തൂല എന്ന് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞെങ്കിലും ഞാൻ ചോദിച്ചത് കേട്ട പോലെ പീക്കോക്ക് പെട്ടെന്ന് പീലി വിടർത്തിയേ. ഇത് കണ്ടപ്പോഴെല്ലാം സന്തോഷം എനിക്ക് ഇതിനകത്തൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കേട്ട് 1 മിനിറ്റ് ആവുന്ന മുമ്പാണ് അതിങ്ങനെ പീലി വിടർത്തിയത്. ഇത് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നോക്കിയതാണ്. ഈ കാസലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഒരു കപ്പിളിൻ്റെ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് നടന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് മാത്രം എടുത്ത് ഒതുക്കി. ഈ കാണുന്ന ഏരിയയിലോട്ട് അതിന് ശേഷം വന്നതാണ്. കാരണം നമുക്ക് ആ ഫ്രണ്ട് ഏരിയ ഫുൾ ആ കപ്പിളായിട്ട് ഒക്കുപ്പൈഡ് ആയിരുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ അടുത്ത കപ്പിളിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതിന് നമുക്ക് പ്രത്യേകം ബുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഇവർ വെച്ചിട്ടുണ്ട് ഈ ഹിഡൻ കാസലിൽ. നമ്മൾ പിന്നെ ട്രിപ്പിനായിട്ട് വന്നതുകൊണ്ട് അവിടെ നിന്ന് അവർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ദിവസം മൊത്തം വേസ്റ്റായി പോകും. പിന്നെ ഈ ഏരിയ ഞാൻ വന്നപ്പോഴേ നോക്കി വെച്ചാണ്. എനിക്ക് നമ്മളെ ഹാരി പോട്ടറിൽ പ്രിസണർ ഓഫ് അസ്കബാനിൽ ഒരു ഏരിയയൊക്കെ ഇതായിട്ട് കണക്റ്റായി. കുറേ ഏരിയ ഉണ്ടായിരുന്നെങ്കിലും വെള്ളം നനഞ്ഞെല്ലാം നമ്മൾ ചവിട്ടിയാൽ താഴ്ന്നു പോകുന്ന രീതിയിലായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് എൻ്റെ ഒരു മനസ്സമാധാനത്തിന് എടുത്തിട്ടൊക്കെ വന്നതാണ്. അപ്പോഴത്തേക്കും തന്നെ ലഞ്ച് ടൈമായി. ഈ കാണുന്ന ഫുഡുകളൊക്കെ കഴിച്ച് പെട്ടെന്നൊരു കുട്ടി ക്വിക്ക് നാപ്പ് എടുത്തപ്പോഴത്തേക്കും അടുത്ത പൂൾ ടൈമായി. ഇവിടെ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ സമയം പോയതേ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഫോൺ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, ബുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് എങ്ങനെ ഇവിടെ വന്നിട്ട് സമയം പോയെന്ന് ഞങ്ങൾ തന്നെ ആലോചിക്കുമായിരുന്നു. ഇതിപ്പോൾ എൻ്റെ പ്രൈവറ്റ് പൂളായിട്ട് തോന്നാൻ കാര്യം ഇത് 2 ഫീറ്റ് ഡെപ്തുള്ള പൂളാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് 4 ഫീറ്റ് ഡെപ്ത് ഉള്ളതിലായിരുന്നു എല്ലാവരും. അവിടെ ഞങ്ങൾ പോയെങ്കിലും അപ്പോഴും ഞാൻ അവിടെ വീഡിയോ എടുത്തില്ല, കാരണം ഫോൺ അങ്ങോട്ട് എടുത്തുകൂടാ, അതുകൊണ്ടായിരുന്നേ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുളിച്ചൊന്ന് ഫ്രഷായിട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് അവരുടെ തന്നെ കോർട്ട്യാർഡിൽ ഒരു മാജിക് സെഷനും ഒരു ഇൻട്രാക്റ്റീവ് സെഷനും ഒക്കെ ആയിട്ട് കുറച്ച് പാട്ടും കഥയും പരിപാടികളൊക്കെ ആയിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടൊരു ബോൺ ഫെയർ ഉണ്ടായിരുന്നു. അവർ തന്നെ അറേഞ്ച് ചെയ്തത്. സംഭവം ഡാണ്ടിയ പട്ടൊക്കെയായിരുന്നു. അങ്ങനെ ആ വൈബൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡിന്നർ കഴിക്കാനായി. സത്യം പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് ഈ ദിവസം പോയെന്ന് അപ്പോഴും ഞങ്ങൾക്ക് ഫീലായി. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്കെന്തോ പെട്ടെന്ന് ആ ഡേ അങ്ങ് ആയ കണക്കാണ് തോന്നുന്നത്. അത്രയ്ക്ക് നല്ലൊരു വൈബായിരുന്നു അവിടെ. ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് ഈ കാണുന്നതൊക്കെയായിരുന്നു ഞാൻ എടുത്തത്. കുറച്ച് ജീര റൈസ്, ഫ്രൈഡ് റൈസ്, ചില്ലി ഫിഷൊക്കെ ആയിരുന്നേ. ഇത് കഴിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നോക്കിയപ്പം ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഇടിയും മിന്നലും എല്ലാം കൊണ്ടുള്ള മഴ. സത്യം പറഞ്ഞാൽ ഇത്രയും സൗണ്ടോടുള്ളൊരു ഇടിയും മിന്നലും ഒക്കെ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായി ഞാനിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട്. ഇനി ആ ഒരു ഏരിയ ഒരുപാട് കാട്ടിൻ്റെ നടുക്കായതുകൊണ്ടാണോ നമുക്ക് അത്രയും നാച്ചുറലായിട്ടുള്ള പണ്ടത്തെ കാലത്തെ വൈബ് കിട്ടിയെന്ന് അറിയത്തില്ല. പക്ഷേ ഈ മഴയും മിന്നലും എല്ലാം ആ ഒരു കാസലിൻ്റെ വൈബേ ഭയങ്കര ഡ്രമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടിയും മഴയും മിന്നലും കോട്ടയ്ക്കകത്തുള്ള ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൗട്ട് ടൈമായി. എന്തോ വീണ്ടും വരണമെന്നുള്ളൊരാഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് ബൈ പറഞ്ഞിറങ്ങിയത്. കുറച്ച് നേരവും കൂടെ ആ തണുത്ത കാറ്റും കൊണ്ട് ആ മരത്തിൻ്റെ അടിയിൽ ഇരുന്നിട്ടൊക്കെയായിരുന്നേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പം ഹൈദരാബാദിൽ വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡേ സ്പെയർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഈ ഹിഡൻ കാസലിൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട്
സത്യം പറഞ്ഞാൽ ഒരു ദിവസം തികയൂല. എന്നാലും ഒരു ദിവസമെങ്കിലും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വരാൻ പറ്റുന്നവരാണെങ്കിൽ വന്ന് നോക്കണേ. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാഞ്ഞ റൂമിൻ്റെയും വേറെ കുറച്ച് ക്ലിപ്സ് ഞാൻ ഷോർട്സ് ആയിട്ട് അടുത്ത ഡേയ്സിലിടാം. മറക്കാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.